സംസ്ഥാന പ്രസിഡന്റ് മുജീബ് റഹ്മാൻ വിതരണം ചെയ്യുന്ന വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ മുജീബ് റഹ്മാൻ വിതരണം ചെയ്യുന്ന മാത്രമല്ല, വിശുദ്ധ റമദാൻ മാസത്തിൽ പോലും കൊച്ചിയിൽ നടത്തിയ പരിപാടി എന്ന് അറിയോ? കേട്ടോളൂ. തനിമ ഒരുക്കിയ സ്നേഹവിരുന്ന് അത്യപൂർവ ഒത്തുചേരലായി ജമാഅത്തെ ഇസ്ലാമിയുടെ സാംസ്കാരിക വിഭാഗമായ തനിമ സിനിമാ രംഗത്തെ അണിയറ പ്രവർത്തകർക്കായാണ് കൊച്ചിൻ ടവറിൽ ഇഫ്താർ വിരുന്നൊരുക്കിയത് എന്നാണ്. സിനിമാ നടീനടന്മാരെ വിളിച്ചുകൊണ്ടുവന്നിട്ട് റമദാൻ മാസത്തിൽ ഇഫ്താർ വിരുന്ന് കൊടുക്കുക. ഏതാണ്ട് ഇതേ പാത അല്ല, അതിനും അപ്പുറത്തേക്ക് ആര് പോവുക? നമ്മുടെ നാട്ടിലെ മടവൂരികൾ പോവുകയാണ്. ഞാൻ വെറുതെ പറയല്ല. ഇതേതറിയോ? ശബാബ്. ഈ ശബാബിൽ എന്താ ചർച്ച? കേട്ടോളൂ. എന്താ ചർച്ച? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സിനിമ. വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ശബാബിൽ വന്ന വാർത്ത. എന്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സിനിമ. എല്ലാ വിവാദങ്ങളും പിഴവുകളും ഒഴിവാക്കാൻ വേണ്ടി ഖത്തറിലെ പ്രശസ്ത പണ്ഡിതനായ യൂസുഫുൽ ഖർദാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചിത്രത്തിനായി ഗവേഷണം നടത്തുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 14 നൂറ്റാണ്ടുകളായി മുസ്ലിം ലോകം മനസ്സിലാക്കിയിട്ടില്ലാത്തതിനാൽ റസൂലുള്ളാഹിന്റെ പേരിൽ സിനിമ എന്ന് പറഞ്ഞിട്ട് ശബാബ് വാർത്ത കൊടുക്കുകയാണ്. പ്രബോധനം പോലും പുറകിലായി പോയി. ഈ വാർത്ത പ്രബോധനത്തിൽ വരുന്നുണ്ട്. ഓസ്ബോൺ പ്രവാചകനെ കുറിച്ച് സിനിമ നിർമ്മിക്കുന്നു. രണ്ടുപേർക്കും ഒരേ വാർത്തയാണ്. ആദ്യം ജമാഅത്തുകാരനെ പോലും കടത്തിവിട്ടാണ് ആര്? ശബാബ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഞാൻ സൂചിപ്പിച്ചെന്തിനാന്ന് ചോദിച്ചാൽ, ഈ സിനിമയും സീരിയലും ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെയും ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെയും പരിപൂർണമായും പരിഹസിക്കുന്ന ദുരവസ്ഥയിലേക്ക് ഇവർ മാറിപ്പോവുകയാണ്. ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്? ആരാണ് അമ്മിണിയുടെ കൂടെ അഭിനയിക്കാനുള്ളത്? ആരാണ് ശോശാമയുടെ കൂടെ അഭിനയിക്കാനുള്ളത്? നിങ്ങൾ വളരെ വ്യക്തമായി ഗൗരവത്തോടെ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ വാക്കുകൾ മനസ്സിലാക്കണം. ഗൗരവത്തോടെ ഈ വാക്കുകൾ മനസ്സിലാക്കണം. ആരാണ് ശോശാമയുടെ കൂടെ അഭിനയിക്കാൻ? ആരാണ് അമ്മിണിയുടെ കൂടെ അഭിനയിക്കാൻ? ഹത്തീബുമാർക്ക് ഹുത്തുബ പറഞ്ഞു കൊടുക്കുന്ന ഖാലി ഖുദാത്തുമാർ, ഉസ്താദുൽ അസാത്തീദുമാർ, മടവൂരി സമൂഹത്തിലെ ഉസ്താദുൽ അസാത്തീദുമാർ അഭിനയിക്കുകയാണ്. വെറുതെ പറയുന്നില്ല. കണ്ടോളൂ ഒരു സിനിമ, അവരിറക്കിയ സിനിമയുടെ ഒരു ചെറിയ രൂപം. അസ്സലാമലൈക്കും. കിട്ടും വലക്ക് കിട്ടും. അങ്ങോട്ട് വരി. ആ പെങ്ങന്മാരെ ചങ്ങായി എന്ത് ഇജ്ജി കാട്ടിന് പോക്കറ്റ് പോയാ എന്ത് ചങ്ങായി ആ ഇജ്ജി കായെടുക്കല്ലോ. വസ്ത്രം സ്വയം സംസാരിക്കുന്ന ഒരു പ്രതീകമാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യബോധത്തെയും സൗന്ദര്യബോധത്തെയും അത് പ്രഖ്യാപിക്കുന്നു. എന്നാൽ ചിലപ്പോൾ ഇത് സാധ്യമല്ല. ഉദാഹരണത്തിന്, പർദ്ദയിട്ടൊരാളെ ലോകം കാണുന്നത് മതയാഥാസ്ഥികതയുടെ പ്രതീകമായാണ്. വാസ്തവത്തിൽ സ്ത്രീ സൗന്ദര്യത്തെ ആസ്വദിക്കാനുള്ള പുരുഷാധിപത്യ മോഹങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് പർദ്ദ. ഇൻഫാക്ട് പർദ്ദ സ്ത്രീ സൗന്ദര്യത്തിന്റെ ടോട്ടൽ സ്പിരിറ്റാണ്. ശാലു, തൊട്ടടുത്തു നീ നിന്നുവെങ്കിലും കൈ തൊടാഞ്ഞതെന്തേ? വേണ്ടാട്ടോ. എല്ലാ ക്ലാസ്മേറ്റ്സിനെയും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം. Yes. Evening I go home. You go? I also go. Tomorrow I not coming. You coming, Candy? I coming, Candy. What a pity, girl. എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നെ തന്നെ നിന്നെ കെട്ടാൻ ഇന്നെ വരെ വന്നില്ലാരും പോയി നിന്നെ കാണാൻ. എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നെ തന്നെ ചിന്തേങ്ങ. ലോകരാജ്യങ്ങളുടെ സമയബന്ധിത ഇടപെടലുകൾ മൂലം ബൂർഷ്വ ഭരണകൂടത്തിനെതിരായിരുന്നു. സലീം, യു സ്റ്റാൻഡ് അപ്പ്. You get out. Get out. زكريا ويحيى وعيسى وإلياس كل من الصالحين. അല്ല, നിനക്കെന്താ പ്രാന്ത? ഇതിന്റെ വല്ല ഗുണവും നിനക്കും എനിക്ക് കിട്ടുമോ? ഇതൊക്കെ നമ്മുടെ പ്രസിഡന്റ് കലാമിന് പറഞ്ഞ പണിയാണ്.
ഇനി ഇവിടെ എത്ര തലമുറകൾ പഠിച്ചിറങ്ങാനുണ്ടെന്ന് നിനക്കറിയോ? കണ്ടോ, എല്ലാം ഉണ്ട് വാന്റെ സഹോദരങ്ങളെ. വിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ വലിയ വലിയ ഉസ്താദുമാര് ഹദ്ദിമാർക്ക് ഒരു ജോലി ഇല്ലാതെ കൊടുങ്ങൂല, മിമ്പറില്ലാതെ കൊടുങ്ങൂല. വലിയ വലിയ സ്റ്റാറുമാരായി മാറാന്ന, സൂപ്പർ സ്റ്റാറുകളായി മാറാന്ന ഉസ്താദുൽ അസാത്തിമാർ ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഗെറ്റ് ഔട്ട് അടിക്കുന്ന വർത്താനം. എന്നിടക്ക് അള്ളാന്റെ ഖുർആൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ സിനിമക്ക് വേണ്ടി ഓതുക, പരിഹസിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ തെറ്റിച്ചു കൊണ്ടുപോവുകയാണ്. സാധാരണക്കാരെക്കാളും ദൗർബല്യത്തിലേക്കും ദുർബലതയിലേക്കും തോന്നിവാസത്തിലേക്കും അധപ്പതനത്തിന്റെ ആഴങ്ങളിലേക്കും ഇവിടുത്തെ പണ്ഡിതന്മാർ, പുരോഹിതന്മാർ മാറിപ്പോകുന്ന ദുരവസ്ഥ. എന്നിട്ട് ഈ സിനിമ ഇപ്പൊ നിങ്ങൾ കണ്ടു, മരം നടാനും അതുപോലെ ഖുർആനിന്റെ ആയത്തുകൾ ഓതി അപഹസിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർക്ക് അഭിനയിക്കാൻ ചാൻസ് ഉണ്ടാക്കി കൊടുത്ത് ഈ രൂപത്തിലാണെങ്കിൽ പിന്നീട് എപ്പോഴാണ് ഇറങ്ങിയത്? പിന്നീട് എന്തിനാ ഇറക്കിയത്? പിന്നീട് എപ്പോഴാണ് ഇറക്കിയെന്ന് ചോദിച്ചാൽ ഈ നോട്ടീസ് നന്മയിലേക്ക് ധൃതിപ്പെടുക എന്ന പേരിൽ പുറത്തിറങ്ങിയ നോട്ടീസാണ്. കേരളം ISM MSM MGM പരപ്പരങ്ങാടി യൂണിറ്റ് ഇറക്കിയ നന്മയിലേക്ക് ധൃതിപ്പെടുക എന്ന ഈ നോട്ടീസ് ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഹദീസുകളിൽ വന്ന, ബുഖാരി മുസ്ലിം അടക്കമുള്ള ഹദീസുകളിൽ വന്ന പല കാര്യങ്ങളും എടുത്തുദ്ധരിച്ചു. ഒരാൾ പുണ്യം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ, ആ കാര്യങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഈ ഹദീസ്, ഈ നോട്ടീസിൽ ഹദീസുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചു. അതിലൊന്ന്, ഒരു മാതാവ് പ്രസവിച്ച കുഞ്ഞിനെ പോലെ നിർമ്മലനായി മടങ്ങുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ചോദ്യമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അനാവശ്യങ്ങളോ സ്ത്രീ പുരുഷ സംസർഗമോ ചെയ്യാതെ ഈ ഭവനത്തിൽ അഥവാ ഹജ്ജിന് വന്നവൻ അവനെ പ്രസവിച്ച നാളിലെ പോലെ വിശുദ്ധനായി മടങ്ങും. ബുഖാരി മുസ്ലിം. അപ്പോൾ അങ്ങനെ ഒരാള് ഉമ്മ പ്രസവിച്ച അതേ അവസ്ഥയിലാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഹജ്ജ് ചെയ്യണം. മുൻകഴിഞ്ഞ നിന്റെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം. അതിന് മറുപടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും ഞാൻ വുളൂ വരുത്തിയതുപോലെ വുളൂ ചെയ്തുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഒരാൾ തന്റെ ജീവിതത്തിൽ നന്മ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾക്ക് വേണ്ട നിർദ്ദേശം ഹദീസിൽ നിന്ന് വിശദീകരിച്ചുകൊണ്ട് ഇറക്കിയ നോട്ടീസാണ്. ഇതിൽ വേറൊന്ന് കേട്ടോളൂ. 50 നന്മ ലഭിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? 50 നന്മ എന്നാണ്. എന്നിട്ട് അതിന് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ്, 50 നന്മ കിട്ടുന്ന ഒരു ഹദീസാണ്. അതെന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ രക്ഷിതാവിൽ നിന്ന് നമസ്കാരം നിർബന്ധമാക്കിയ സന്ദർഭത്തിൽ അല്ലാഹു പറഞ്ഞതായി പറയുന്നു, നമ്മുടെ അടുക്കൽ വചനങ്ങൾക്ക് മാറ്റമില്ല, അത് നമസ്കാരം 5 ആണ്, അത് പ്രതിഫലത്തിൽ 50 ആണ്. ബുഖാരി. 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ 50 വഖത്തിന്റെ നമസ്കാരം 50 വഖത്ത് നമസ്കരിച്ച പ്രതിഫലം ലഭിക്കും. ഇതാണ് ഈ ഹദീസിന്റെ താല്പര്യം. അപ്പോൾ 50 നന്മ, 50 വഖത്ത് നമസ്കാരം നിർവഹിച്ച നന്മ ആരെങ്കിലും നേടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ 5 വഖത്ത് കൃത്യമായി നമസ്കരിക്കട്ടെ എന്നാണ്. അതിന്റെ തൊട്ട് താഴെ 100 നന്മ ലഭിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നിട്ട് റസൂൽ തന്നെ ഹദീസ് കൊടുത്തു. എന്താ ഹദീസ്? പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും ഒറ്റയടിക്കൊരു പല്ലിയെ കൊല്ലുകയാണെങ്കിൽ അവന് 100 നന്മയുണ്ട്. ഈ ഹദീസ് ഈ കൂട്ടത്തിൽ ഇവിടെ കൊടുത്തു. ഹദീസ് മുസ്ലിം ഉദ്ധരിച്ചതാണ്, ഇബ്നു മാജ ഉദ്ധരിച്ചതാണ്, അഹ്മദ് ഉദ്ധരിച്ചതാണ്. അപ്പൊ ഇവരിങ്ങനെ 50 നിസ്കരിച്ചാൽ 5 നിസ്കരിച്ചാൽ 50, പല്ലിയെ കൊന്ന 100. അപ്പോ നിസ്കരിച്ചതിനേക്കാളും കൂലി പല്ലിയെ കൊന്ന. ഈ നന്മ എന്താ നീ സാധുക്കൾക്ക് മനസ്സിലായില്ല. 50 നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നന്മകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിനെതിരെ, ഈ നോട്ടീസിനെതിരെ നാടുനീളെ മാന്യ സഹോദരങ്ങളെ വളരെ ശക്തമായി ലേഖനങ്ങൾ ഇറക്കി. അതുപോലെ തന്നെ പരിഹസിച്ച് നടന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, ഇത് നമുക്കറിയാം, പനമരത്ത് വെച്ചുകൊണ്ട് നടന്ന മീറ്റിംഗിൽ പുറത്തിറങ്ങിയ, അതിനു മുമ്പ് അതിന്റെ പ്രചരണാർത്ഥം പുറത്തിറങ്ങിയ ഈദ് ബുള്ളറ്റിൻ. ആ ഈദ് ബുള്ളറ്റിനിൽ കാണാം, എന്താണെന്നറിയുമോ? ഇതിൽ കാണുകയാണ്, പല്ലികൾ ജാഗ്രത. ലേഖനം എഴുതാണ്. എന്താ ലേഖനം? കരുവന്തുരുത്തിയിലും കൊടുന്തിരിപ്പള്ളിയിലും പള്ളികൾക്കാണ് ഭീഷണിയെങ്കിൽ പരപ്പരങ്ങാടിയിൽ പാവം പല്ലികൾക്കാണ് വധഭീഷണി. പള്ളി ഉണ്ടാക്കുന്നതിനേക്കാൾ കൂലി പല്ലിവെട്ടിനുണ്ടെന്നാണ് ചങ്ങരംകുളം നോട്ടീസ്. അഡ്ഹോക്കുകൾ പരസ്പരം കാണുമ്പോഴും യോഗം കൂടുമ്പോഴും പല്ലി വധത്തിന്റെ കടക്ക് പറഞ്ഞാണിരിക്കുന്നതെന്ന് നാട്ടുവർത്തമാനം.